Hello guys, welcome back to my channel Journey Through Avi. Okay. ഫസ്റ്റ് കോഡിംഗ് ചലഞ്ചിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്. ചെയ്തവർ മാത്രം ഈ വീഡിയോ കാണുക. ജസ്റ്റ് ഒരിക്കൽ ട്രൈ ഔട്ട് ചെയ്യുക. അത് ആൻസർ കിട്ടിയോ ഇല്ലയോ എന്നല്ല, ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. ജസ്റ്റ് സിമ്പിളാണ്. ലാസ്റ്റ് ഞാൻ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയില്ല പഠിച്ചത്. അപ്പോൾ ബേസിക് ഓപ്പറേറ്റർ വെച്ചിട്ട് ചെറിയൊരു പ്രോഗ്രാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Mark and John are trying to compare their BMI body mass which is calculated using the formula. ഈ ഫോർമുല വെച്ച് യൂസ് ചെയ്യുന്നത് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് മാർക്കിൻ്റെയും ജോണിൻ്റെയും മാസ്, ഹൈറ്റ്, വേരിയബിൾസ് ഒക്കെ, മാസും ഹൈറ്റും ഒക്കെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് അപ്പോൾ മാസും ഹൈറ്റൊന്നും ചേഞ്ച് ആകുന്നില്ല അതിൻ്റെ അകത്ത്. സോ ചേഞ്ച് ആകാത്തത് കൊണ്ട് കോൺസ്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലെറ്റാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റ് ഉപയോഗിച്ചിട്ട് മാർക്ക് മാസ് ഇവിടെ നമുക്ക് എത്ര തന്നിട്ടുള്ളത്? അപ്പോൾ ടെസ്റ്റ് ഡാറ്റയിൽ ഉണ്ടാകും. നമുക്ക് മാർക്ക് മാസ് തന്നിട്ടുണ്ടാകും. മാർക്കിൻ്റെ മാസ് എന്ന് പറയുന്നത് 78 kg, 78 കോൺസ്റ്റ് മാർക്ക്. ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് എത്രയാണ്? 1.69 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദെൻ അതുപോലെ ജോണിൻ്റെ ഉണ്ടാക്കുക. ജോണ് മാസ് എന്ന് പറയുന്നത് 92 kg. ഒരു സെമി കോളൻ ഇടണമെന്നില്ല, ഞാനൊരു കോഡിംഗ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് ഇടുന്നത്. കോൺസ്റ്റ് ജോൺ ഹൈറ്റ് എന്ന് പറയുന്നത് 1.95 മീറ്റർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ബോത്ത് ദർ BMI മാസ്. അപ്പോൾ BMI മാസ് കാണുക എന്നാണ്. അപ്പോൾ അതൊരു കോൺസ്റ്റ് തന്നെ ചെയ്യുക, കാരണം BMI മാസ് ചേഞ്ച് ആവുന്നില്ല. മാർക്ക് BMI എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോർമുല നോക്കുക. മാർക്കിൻ്റെ BMI നമ്മൾ രണ്ട് ഫോർമുല ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മാർക്കിൻ്റെ BMIയിൽ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. ഫസ്റ്റ് അത് മാസ് ഹൈറ്റ് ഇൻറ്റു 2 എന്ന് പറയുന്നത്. ഹൈറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആരെയാണ് മാർക്കിൻ്റെ നോക്കുക. അപ്പോൾ മാർക്കിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ, മാർക്കിൻ്റെ ഹൈറ്റ് സ്ക്വയർ ഇങ്ങനെ കാണാം, ഇൻ ഡബിൾ സ്റ്റാർ 2. ഓക്കെ, ദെൻ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ജോണിൻ്റെ BMI. ജോൺ ഇതൊക്കെ കോൺസ് കൊടുത്ത് കണ്ടിട്ടില്ല, കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാമിൽ ഈ വേരിയബിൾ മാറും, അല്ലെങ്കിൽ വാല്യൂസ് മാറുന്നുണ്ടെങ്കിൽ മാത്രം ലെറ്റർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി കോൺസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇക്വേഷൻ തന്നെ മാസ്. ഇത് ഈ ഒരു ഇക്വേഷൻ എടുക്കുക. രണ്ടും സെയിം ആൻസറാണ്, ഐ മീൻ സെയിം ആശയം തന്നെയാണ്. ഇക്വേഷൻ്റെ സ്റ്റൈൽ മാറുന്നതാണ്. ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് തന്നെ ഹൈ സ്ക്വയറും, അതുകൊണ്ട് സെയിം ആണ്. ഓക്കെ, ഹൈറ്റ് മാസ് മാത്രമല്ല, ആരെ മാസ്? ജോണിൻ്റെ മാസമാണ്. അപ്പോൾ ജോണിൻ്റെ മാസ് ഡിവൈഡ് ബൈ ജോണിൻ്റെ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്, ജോണിൻ്റെ ഹൈറ്റ് ഇൻറ്റു ജോണിൻ്റെ ഹൈറ്റ് അഗൈൻ. ഓക്കെ, അപ്പോൾ ജോണിൻ്റെ BMI മാർക്കിൻ്റെ BMI കണ്ടു. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു ബൂളിയൻ വേരിയബിൾ കാണും. ബൂളിയൻ വേരിയബിളിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ബൂളിയൻ വേരിയബിൾ അത് കോൺസ്റ്റന്റ് തന്നെ കൊടുക്കുക. മാർക്ക് ഹയർ BMI, മാർക്ക് ഹയർ BMIയിൽ എന്ത് വേണം? മാർക്കിൻ്റെ BMI കമ്പയർ ചെയ്യുക. ഗ്രേറ്റർ ദ ജോണിൻ്റെ BMI ആണോ? ജോണിൻ്റെ BMI ആണോ? ആണെങ്കിൽ അന്ന് വെറുതെ കൺട്രോൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ഇത്ര മാത്രം ചെയ്യും. എന്നുവെച്ചാണെങ്കിൽ മാർക്ക് ഹയർ BMI എന്ന് നോക്കുക. ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റേ കൺസോളിൽ പോയി നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ട്. ട്രൂ ആണ്. ഓക്കെ, ട്രൂ ആണ്, കാരണം മാർക്കിൻ്റെ BMI ഗ്രേറ്റർ ദാൻ ജോണിൻ്റെ BMI ആണ്. ഇനി മാർക്കിൻ്റെ BMI ജോണിൻ്റെ BMI ജസ്റ്റ് ഔട്ട്പുട്ട് ചെയ്ത് നോക്കുക. മാർക്ക് BMI ജോൺ BMI. മാർക്കിൻ്റെ BMI എന്ന് പറയുന്നത് 27, ജോണിൻ്റെ BMI 24 ആണ്. അപ്പോൾ 27 ഗ്രേറ്റർ ദാൻ 24 ആണോ നോക്കുന്നത്.
40 പോയിന്റ് നമ്പറാണ്, ഞാൻ ജസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് പറയുന്നത്. ശരിയാണ്, 27 ഗ്രേറ്റർ ദാൻ 24 ആണ്. ഓക്കെ, ശരിയാണ്, അതുകൊണ്ട് ട്രൂ ആണ്. ദെൻ സെക്കൻഡ് ടെസ്റ്റ് ഡാറ്റ നോക്കാം. സെക്കൻഡ് ടെസ്റ്റ് ഡാറ്റയിൽ മാർക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, മാസ് പറയുന്നത് 95, ഹൈറ്റ് എന്ന് പറയുന്നത് 1.88 ആണ്. പിന്നെ സെക്കൻഡിൽ ജോണിൻ്റെ വെയിറ്റ് 85, ടോള് 1.76. ദെൻ ബാക്കിയൊക്കെ സെയിം ഫോർമുല, സെയിം ഇത് ഗ്രേറ്റർ ദാൻ ആണോ ചെക്ക് ചെയ്യുന്നത്. ഇതിൽ മാർക്കിൻ്റെ BMI എന്ന് പറയുന്നത് 26, ജോണിൻ്റെ BMI 27 ആണ്. അപ്പോൾ ഇതാ ചെക്ക് ചെയ്യുക, 26 ഗ്രേറ്റർ ദാൻ 27 ആണോ? തെറ്റല്ലേ? 26 27 വലുതാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫോൾസ്. സോ മാർക്കിൻ്റെ ഹയർ BMI ഇത് ബൂളിയൻ വേരി, കാരണം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ബൂളിയൻ വേരിയബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ ബൂളിയൻ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇതിനെ ബൂളിയൻ വേരിയബിൾ എന്ന് പറയുന്നത്. ട്രൂ ഓർ ഫോൾസ്, either ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അത് മാത്രമേ ആ ഒരു വേരിയബിൾ ഉള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് ഫോൾസ് ആണ്. സോ എത്ര ആളും കോഡിങ് ചാലഞ്ച് ലാസ്റ്റില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. പിന്നെ ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യുക. ദെൻ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ആൻസർ മാത്രം നോക്കുക ഈ ഒരു വീഡിയോ കാണരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.